അത്ഭുത കാഴ്ചകളാണ് ചൈനയിലെ ടിയാൻമെൻ പർവ്വതം ഒരുക്കിയിരിക്കുന്നത്. 99 ഹെയർപിൻ വളവുകൾ കയറി മലയുടെ മടിത്തട്ടിലെത്തിയാൽ ലഭിക്കുന്ന അവിശ്വസനീയമായ കാഴ്ചകൾ ആരുടെയും മനം നിറയ്ക്കും. താഴെ വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന റോഡുകളും മുകളിലേക്ക് നോക്കിയാൽ 999 പടികൾ കടന്നാലുള്ള സ്വർഗവും. ചില സ്ഥലങ്ങൾ അങ്ങനെയാണ്, എത്ര കണ്ടാലും മതി വരില്ല. മറ്റു ചില സ്ഥലങ്ങൾ സ്വപ്നത്തെ തോൽപ്പിക്കും സൗന്ദര്യം സമ്മാനിക്കും. അലങ്കാരത്തിന് ഭൂമിയിലെ സ്വർഗമെന്ന് നമ്മൾ പല സ്ഥലങ്ങളെയും വിശേഷിപ്പിക്കാറുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഭൂമിയിലെ സ്വർഗമേതെന്ന് ചോദിച്ചാൽ ടിയാൻമെൻ എന്ന് അവിടം സന്ദർശിച്ചവർ പറയും. സൗന്ദര്യത്തിലും മഹിമയിലും പേരുകേട്ട ഈ സ്ഥലം ചൈനയിലെ ഷ്വാങ്ജാജി നഗരത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു ഗുഹ ആകാശത്തിലേക്കുള്ള ഒരു വഴി പോലെ കാണപ്പെടുന്നു. ഈ ഗുഹയെ വർഷം മുഴുവനും ഇടതൂർന്ന മൂടൽമഞ്ഞ് മൂടുന്നു. ചിലപ്പോൾ ഗുഹയുടെ തുറസിൽ മേഘങ്ങൾ മേലങ്കികൾ അണിയിക്കുന്നു. അതിലൂടെ സൂര്യൻ തിളങ്ങുന്നു. മാന്ത്രികത നിറഞ്ഞ ദൃശ്യങ്ങൾ. സ്വർഗ കവാടം തുറക്കുന്നതുപോലെ തോന്നും. ഇതെന്ത് കഥയെന്നാണോ ആലോചിക്കുന്നത്? എങ്കിൽ ഈ പറഞ്ഞതെല്ലാം സത്യമാണ്. ചൈനയിലെത്തിയാൽ അത് മനസ്സിലാകും. ചില കാഴ്ചകൾ വാക്കുകൾക്കും അതീതമാണ്. ടിയാൻമെൻ എന്ന പേര് തന്നെ അർത്ഥമാക്കുന്നത് ഹെവൻലി ഡോർ എന്നാണ്. അപ്പോൾ അത് കാണുന്നതോ സ്വർഗീയ അനുഭൂതി. ടിയാൻമെൻ പർവ്വതം. ടിയാൻമെൻ പാർക്കിലെ സന്ദർശനത്തിൽ മുഖ്യ ഘടകമാണ് മണിക്കൂറുകൾ താണ്ടുന്ന ടിയാൻമെൻ മലമുകളിലേക്കുള്ള നടത്തം. ചൈനയിൽ ഈ ഭാഗത്തെ സ്വർഗകവാട പർവ്വതമെന്നാണ് പറയുന്നത്. പ്രകൃതിദത്തമായ ഒരു അത്ഭുതമാണ് ഇവിടത്തെ കാഴ്ച. സ്വർഗകവാടമുള്ള ഈ പർവ്വതത്തിന്റെ പ്രാന്തപ്രദേശത്താണ് ടിയാൻമെൻ ആരാധനാലയം സ്ഥിതി ചെയ്യുന്നത്. ഒരു സുഖയാത്രയ്ക്ക് മാത്രമല്ല ഇവിടേക്ക് യാത്രികർ എത്തുന്നത്, ആരോഗ്യത്തിനും ജീവിത സൗഖ്യത്തിനും പ്രാർത്ഥിക്കാൻ കൂടിയാണ്. 20-ാം നൂറ്റാണ്ടിൽ പർവ്വതത്തിന്റെ മുകളിൽ ഏകദേശം 4 തവണ 1500 മീറ്റർ ഉയരത്തിൽ നിന്നും വെള്ളച്ചാട്ടമുണ്ടായെന്നും എന്നാൽ 15 മിനിറ്റുകൾ മാത്രം നീണ്ടുനിന്ന ഈ വെള്ളച്ചാട്ടം പൊടുന്നനെ അപ്രത്യക്ഷമായെന്നും ഒരു കഥയുണ്ട്. 1949-ൽ ചൈന റിപ്പബ്ലിക് ഓഫ് ചൈനയായപ്പോൾ, 1976-ൽ മാവോ സേതുങ് മരിച്ചപ്പോൾ, 1989-ൽ ബീജിംഗിൽ വിദ്യാർത്ഥികളുടെ പ്രകടനങ്ങളും പ്രക്ഷോഭങ്ങളും നടന്നപ്പോൾ, 1998-ൽ നാടിനെ വിറപ്പിച്ച വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ, അപ്പോഴൊക്കെയാണ് ഈ വെള്ളച്ചാട്ട പ്രതിഭാസം പ്രത്യക്ഷപ്പെട്ടത്. അതിനാൽ തന്നെ ചൈനീസ് ജ്യോതിഷികൾ ഈ പ്രതിഭാസത്തെ തങ്ങളുടെ വിശ്വാസവുമായി അടുത്ത് ബന്ധപ്പെടുത്തിയാണ് നോക്കിക്കാണുന്നത്. ഈ സംഭവങ്ങളും മലമുകളിലെ അസാധാരണ പ്രതിഭാസവുമായി ജ്യോതിഷപരമായി ബന്ധമുണ്ടെന്നാണ് അവരുടെ വിശ്വാസം. ടിയാൻമെൻ ഗുഹ. പ്രകൃതിദത്തമായി രൂപപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന ഗുഹകളിലൊന്നാണ് ടിയാൻമെൻ ഗുഹ. മലമുകളിൽ നിന്നും മണ്ണൊലിച്ചു പോയി സ്വന്തമായി രൂപപ്പെട്ടതാണ് ഈ ഗുഹയെന്നാണ് ശാസ്ത്രജ്ഞരുടെ നിഗമനം. AD 263-ൽ പർവ്വതത്തിന്റെ ഒരു വലിയ ഭാഗം തകർന്ന് 131.5 മീറ്റർ ഉയരവും 57 മീറ്റർ വീതിയും 60 മീറ്റർ നീളവുമുള്ള വലിയ ദ്വാരം സൃഷ്ടിക്കപ്പെട്ടു. ഇന്നത് സ്വർഗത്തിന്റെ കവാടം എന്നറിയപ്പെടുന്നു. വെള്ളമേഘങ്ങൾ കൊണ്ട് പൊതിഞ്ഞ ഈ സ്വർഗ കവാടം അക്ഷരാർത്ഥത്തിൽ മനസ്സിന് കുളിർമ പകരുന്ന കാഴ്ചയാണ്. ഗുഹയിലേക്കെത്താൻ കുത്തനെയും ഇടുങ്ങിയതുമായ 999 പടികളുണ്ട്. സ്വർഗത്തിലേക്കുള്ള പടികൾ. അത്ര എളുപ്പമല്ല ഈ പടിക്കയറ്റം. ഏതാണ്ട് 30 മിനിറ്റ് കഷ്ടപ്പെട്ട് പടികടന്നെത്തിയാൽ ഗുഹാമുഖത്ത് നിന്നും മനോഹരമായ കാഴ്ചകൾ കാണാം. മാത്രമല്ല, സ്വർഗത്തിലേക്കുള്ള പടികൾ കയറി സ്വർഗകവാടത്തിൽ ചെന്ന് മുട്ടിയെന്ന് അവകാശപ്പെടുകയുമാകാം. ഇവിടുത്തെ പടികളിലെ 9 എന്ന നമ്പർ യാദൃച്ഛികമല്ല. അതിനിവിടുത്തെ സംസ്കാരവുമായും വിശ്വാസവുമായും അഭേദ്യമായ ബന്ധമുണ്ട്. ടിയാൻമെൻ പർവ്വതനിരകളിലെ 4 അത്ഭുതങ്ങൾ. ചൈനയിലെ ഷ്വാങ്ജാജി നഗരത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് സ്വർഗകവാട പർവ്വതം എന്നറിയപ്പെടുന്ന ടിയാൻമെൻ പർവ്വതം. ചൈനയുടെ സംസ്കാരത്തിൽ ടിയാൻമെൻ പർവ്വതനിരകളെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ചൈനക്കാർ പ്രകൃതിയുടെ ആത്മാവായി കണക്കാക്കുന്ന ഈ പർവ്വതത്തിൽ ടിയാൻമെൻ മൗണ്ടൻ കേബിൾ വേ, ടോക്ടിയൻ അവന്യൂ, ടിയാൻമെൻ ഗുഹ, മൗണ്ടൻ പ്ലേറ്റോ വിർജിൻ ഫോറസ്റ്റ് എന്നിവയാണ് 4 അത്ഭുതങ്ങൾ. പർവ്വത പ്രദേശത്തിനകത്ത് 40ഓളം കൊടുമുടികൾ 1000 മീറ്ററിലധികം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് ആളുകൾക്ക് അത്ഭുതകരമായി തോന്നാം. ടിയാൻമെൻ കേബിൾ വേ 24,458 അടി, അതായത് 7,455 മീറ്റർ നീളത്തിൽ ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയതാണ് ടിയാൻമെൻ പർവ്വതത്തിലെ കേബിൾ വേ. സിറ്റി ഗാർഡൻ നഗരത്തിൽ നിന്ന് ആരംഭിച്ച് താഴ്വരയിൽ ഇത് അവസാനിക്കുന്നു. ചില സ്ഥലങ്ങളിൽ കേബിൾ വേ കുത്തനെ ഉയരുന്നു.
മേഘങ്ങൾക്കിടയിലൂടെ കുതിച്ചു കയറുന്നു. കേബിൾ വേയിൽ യാത്ര ചെയ്യുമ്പോൾ ചുറ്റും മനോഹരമായ കുന്നുകളും താഴെ മേഘങ്ങളും വനങ്ങളും മാത്രമേ കാണാൻ കഴിയൂ. ഇവിടുത്തെ യാത്രയിൽ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത ഒന്നാണ് ഈ കേബിൾ വേ യാത്ര. എത്ര സാഹസികനാണെങ്കിലും ശ്വാസം പിടിച്ചടക്കി മാത്രമേ ഈ യാത്രയിൽ പങ്കെടുക്കാൻ കഴിയൂ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മറക്കാനാകാത്ത അനുഭവമായിരിക്കും ഈ യാത്ര. ഹെവൻ ലിങ്ക് അവന്യൂ 99 ബെൻഡിംഗ് റോഡ് അല്ലെങ്കിൽ ബിഗ് ഗേറ്റ് റോഡ് എന്നും അറിയപ്പെടുന്ന ഹെവൻ ലിങ്ക് അവന്യൂ ഏറ്റവും അപകടകരമായ റോഡാണ്. 1998 തുടർച്ചയായി 99 ടേണിങ്ങുകൾ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചത്. മൊത്തം 6.7 മൈൽ, അതായത് 10.77 കിലോമീറ്റർ നീളമുള്ള ഈ റോഡ് ശരിക്കും ഒരു അത്ഭുതമാണ്. കേബിൾ കാറിൽ നിന്ന് നിങ്ങൾക്കിത് കാണാൻ കഴിയും. ടിയാൻമെൻ പർവ്വത പ്രകൃതിദത്ത ദൃശ്യത്തിന്റെ ഷട്ടിൽ ബേസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ റോഡിലൂടെ മലമുകളിലേക്ക് എത്തിച്ചേരാം. ഗ്ലാസ് സ്കൈ വാക്ക് മലമുകളിലെ തൂക്കുനടപ്പാതയുടെ ഭാഗമാണ് ഗ്ലാസ് സ്കൈ വാക്ക്. 60 മീറ്റർ നീളവും 1.6 മീറ്റർ വീതിയുമുള്ള സ്കൈ വാക്ക് യാത്ര എല്ലാവർക്കും ഒരു അനുഭവം തന്നെയായിരിക്കും. ഇവിടത്തെ കണ്ണാടിത്തറ വൃത്തിയായി സൂക്ഷിക്കുന്നതിന്റെ ഭാഗമായി എല്ലാവരും തുണി കൊണ്ടുള്ള ചെരുപ്പ് ധരിച്ച് മാത്രമേ വാക്ക് വേയിൽ പ്രവേശിക്കാൻ പാടുള്ളൂ. പ്രവേശന സമയത്ത് തുച്ഛമായ തുകയ്ക്ക് ഈ ചെരുപ്പ് വാടകയ്ക്കെടുക്കാൻ സാധിക്കും. ഇത് ധരിച്ച് സ്വർഗീയ വഴിയിലൂടെ സ്കൈവേ വാക്ക് നടത്താം. ഏവർക്കും അത് സാഹസിക യാത്ര എന്നതിലുപരി വിശ്വാസത്തിന്റെ പ്രതീകം കൂടിയാണ്. ബോൺസായി ഗാർഡൻ അഥവാ ഹാങ്ങിങ് ഗാർഡൻ ഒരു ദേശീയ ഫോറസ്റ്റ് പാർക്ക് എന്ന നിലയിൽ ടിയാൻമെൻ പർവ്വതനിരകളുടെ കൊടുമുടിയിൽ വലിയ പ്രാചീന വനങ്ങൾ സ്ഥിതി ചെയ്യുന്നു. സംരക്ഷിക്കപ്പെടുന്ന പ്രധാന പ്രദേശത്തിന് ബൈ യെ യാവോ തായ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. പ്രദേശം മുഴുവൻ പ്രകൃതിദത്ത ബോൺസായി പോലെ കാണപ്പെടുന്നു. കൂടാതെ 20-ലധികം ആകർഷണങ്ങൾ അവിടെ കാണാൻ കഴിയും. ടിയാൻമെൻ പർവ്വതനിരകളിലെ 4 മനോഹരമായ പ്രദേശങ്ങളിൽ ഏറ്റവും വലുതാണിത്. ടിയാൻമെൻ ഗുഹയിലെ 2 അതിശയകരമായ രംഗങ്ങൾ തിരിയുന്ന വെള്ളവും ഹെവൻസ് ഗേറ്റിന്റെ ചലനവുമാണ്. തിരിയുന്ന വെള്ളം യഥാർത്ഥത്തിൽ വേനൽക്കാലത്ത് പർവ്വത ശിഖരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചെറിയ നീർച്ചാലാണ്. ഇത് സൂര്യപ്രകാശത്തിൽ വെള്ളം തളിക്കുന്ന പോലെ ഒരു പ്രതീതി ഉണ്ടാക്കുന്നു. വെള്ളം പാറയുടെ വലതുഭാഗത്ത് നിന്നാണ് വരുന്നത്. മലഞ്ചെരിവിൽ ജലസ്രോതസ്സുകൾ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിയില്ല. മറ്റൊന്ന്, ടിയാൻമെൻ ഗുഹ വടക്ക് നിന്ന് വടക്ക് പടിഞ്ഞാറോട്ട് നീങ്ങുന്നു എന്ന പ്രദേശവാസികളുടെ വാദമാണ്. കാരണം ഇപ്പോൾ നഗരത്തിൽ നിന്നാൽ പർവ്വതത്തിന്റെ കവാടം കാണാൻ കഴിയില്ലത്രേ. പക്ഷെ അത് മുമ്പ് കാണാൻ കഴിയുമായിരുന്നുവെന്നാണ് അവർ പറയുന്നത്. സ്വർഗ കവാടത്തിന്റെ പടിക്കെട്ടുകൾ കയറി ആകാശത്തിന്റെ അങ്ങേ തലക്കിലേക്കൊരു യാത്ര പോകാം. ടിയാൻമെൻ മലയിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്: ടിയാൻമെൻ മൗണ്ടൻ കേബിൾ വേ ഉപയോഗിച്ച് മലയുടെ മുകളിലേക്ക് പോവുക. ഇടയ്ക്കുള്ള സ്റ്റേഷനിൽ ഒരിക്കലും ഇറങ്ങരുത്. മലമുകളിലേക്ക് മുഴുവനും യാത്ര ചെയ്താലേ ആ യാത്രയുടെ പൂർണ്ണമായ ആസ്വാദനം സഫലമാകും. മലമുകളിൽ തന്നെ 7 കിലോമീറ്ററിലധികം ചുറ്റിക്കറങ്ങാനുണ്ട്. ചിലയിടത്ത് കുത്തനെയുള്ള പാറകളും കയറ്റങ്ങളുമാണ്. ചില വഴികൾ ഘോര വനാന്തരങ്ങളും. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഏതു വഴിയാണ് വേണ്ടതെന്ന് നേരത്തെ തീരുമാനിച്ചാൽ യാത്ര കുറച്ചുകൂടി ആസൂത്രിതമാകും. കൂടുതൽ സ്ഥലങ്ങൾ കറങ്ങാനും പറ്റും. നിങ്ങൾക്ക് അത്രയും നടക്കണമെന്ന ആഗ്രഹമില്ലെങ്കിൽ വനയാത്രയ്ക്ക് പകരം കേബിൾ കാർ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇത് നിങ്ങളെ ടിയാൻമെൻ ക്ഷേത്രത്തിലേക്ക് നേരിട്ട് കൊണ്ടെത്തിക്കും. ഗ്ലാസ് സ്കൈവേ, ടിയാൻമെൻ ക്ഷേത്രം, സ്വർഗ കവാടം എന്നിവ ഒരിക്കലും വിട്ടുപോകരുത്. സ്വർഗ കവാടത്തിൽ നിന്നും താഴേക്ക് പോകാൻ എസ്കലേറ്റർ ഉപയോഗിക്കുക. വൈകുന്നേരം 4 മണി വരെ എസ്കലേറ്റർ പ്രവർത്തിക്കുന്നു. ഇതുപയോഗിച്ചാൽ സമയക്കുറിച്ച് ലാഭിക്കാൻ കഴിയുമെന്ന കാര്യം കൂടി ഓർക്കുക. 999 പടികളുള്ള ടിയാൻമെൻ ഗുഹയുടെ താഴെയായി ഇറങ്ങുക. ഈ സ്റ്റെപ്പുകൾ കവർ ചെയ്യാൻ ലിഫ്റ്റ് ഉപയോഗിക്കാനും സൗകര്യമുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. നമുക്ക് ഒരുമിച്ച് ലൈക്ക് അടിച്ച് യാത്ര പോകാം. കൂടെ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ.